ഇതുപോലുള്ള പേപ്പർ ഫ്രെയിംസ് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ. നമ്മൾ കയ്യിലുള്ള പേപ്പർ നമുക്ക് എങ്ങനെ ഇതുപോലത്തെ ഫ്രെയിമാക്കി എടുക്കാൻ നോക്കാം. അതിപ്പോൾ ഏത് അളവിലായിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലെ പേപ്പർ ചതുരാകൃതിയിലാണെങ്കിൽ ഇതുപോലത്തെ ഫ്രെയിംസ് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ പേപ്പറിൻ്റെ 4 സൈഡിലും 4 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്യണം. എന്നിട്ട് അത് തമ്മിൽ ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇനി ആ 4 സെൻറ്റിമീറ്റർ ആക്കിയ ഭാഗമില്ലേ, ആ 4 സെൻറ്റിമീറ്റർ നമ്മൾ 4 ഭാഗങ്ങളാക്കണം. അതായത് 4 ഭാഗമായിട്ട് മടക്കുമ്പോൾ നമുക്ക് ആ ഫ്രെയിമിൻ്റെ സൈഡ് ഭാഗം കിട്ടുക. അപ്പോൾ 4 ഭാഗമാക്കണമെങ്കിൽ 4 സെൻറ്റിമീറ്റർ 4 ഭാഗമാക്കണമെങ്കിൽ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ വെച്ച് വീതിക്കണം. അങ്ങനെ എല്ലാ സൈഡിലും ആ പുറത്തേക്കുള്ള ഓരോ 4 സെൻറ്റിമീറ്ററും നമ്മൾ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് കൊടുക്കണം. ചിത്രത്തിൽ ഞാൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എത്ര പോരെ 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതിൽ ഓരോന്ന് ഭാഗിച്ചത് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ആ 4 സെൻറ്റിമീറ്ററിൽ അത് തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കണം. ഓരോ സൈഡിലും ആ ഓരോ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടത് തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ലോങ് ഏറ്റവും നീളമുള്ള സൈഡാണ് എടുത്തിട്ടില്ലേ, അതിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിന് നേരെ ഓപ്പോസിറ്റുള്ള വശത്തും അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് തമ്മിൽ യോജിപ്പിക്കുക. അത് യോജിപ്പിക്കുമ്പം അകത്ത് വരക്കാൻ പാടില്ല, പുറത്ത് മാത്രമേ വരക്കാൻ പാടുള്ളൂ. ഇനി നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട സ്റ്റെപ്പാണ്. അതിൽ ഫസ്റ്റത്തെ കോളം ഒഴിച്ചിട്ട് രണ്ടാമത്തെ കോളത്തു നിന്നാണ് അതുപോലെ വരക്കേണ്ടത്. എന്നിട്ട് ലാസ്റ്റത്തെ കോളത്തു നിന്നും ഇതുപോലെ വരക്കുക. ചിത്രത്തിൽ കാണുന്ന പോലെ, അതായത് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ആ ഫസ്റ്റിലെ കോളം ഒഴിവാക്കണമെന്ന് മാത്രം ഓർത്താൽ മതി. അപ്പോൾ എല്ലാ സൈഡിലും അങ്ങനെ വരച്ചെടുക്കുക. ശേഷം നമ്മൾ ആ ഇൻറ്റു ചെയ്ത ഭാഗമില്ലേ, ഇൻറ്റു ചെയ്ത ഭാഗം മാത്രം മുറിച്ചെടുക്കുക. ശേഷം നമ്മൾ ആദ്യം വരച്ചെടുത്ത ഭാഗമില്ലേ, അതുകൂടി മുറിച്ചെടുക്കുക. അതായത് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ആ ഷെയ്ഡ് ചെയ്ത ഭാഗം കൂടി മുറിച്ചെടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഓരോ മടക്കും, അതായത് ആ ഓരോ വരിയില്ലേ, ഓരോ സെൻറ്റിമീറ്ററില്ലേ, അത് ഓരോന്നും സ്കെയിൽ വെച്ച് മടക്കി മടക്കി കൊടുക്കുക. അത് മടക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് ഫ്രെയിം മടക്കിയെടുക്കാൻ പറ്റും. അതായത് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. എത്ര എളുപ്പത്തിൽ നമുക്ക് നോക്കി ഫ്രെയിം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആരും ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ.